ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എനിക്കിത് എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം ഒന്നും അറിയത്തില്ല. കാരണം കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. ക്യാമറ ഫൈൻ. അപ്പോൾ വളരെ കുറച്ച് പേർക്ക് അറിയാം, ഒരു 2 വർഷം മുമ്പ് നമുക്കൊരു ചാനൽ ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ലോകം എന്ന് പറഞ്ഞിട്ടൊരു കുഞ്ഞു ചാനലായിരുന്നു. അത് എൻ്റെ ഫാമിലി ബേസ് ചെയ്തിട്ട് അച്ഛനും അമ്മയും അനിയത്തിയും മോളൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞ് ഒരു ചാനലായിരുന്നു. ഞങ്ങളുടെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് മാത്രമേ അതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആ കോവിഡ് ടൈമിലായിരുന്നേ നമ്മൾ തുടങ്ങുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 2 വർഷം ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും നമ്മുടെ ചാനൽ നെയിമൊക്കെ മാറ്റി വീണ്ടും ഒരു ചെറിയ രീതിയിൽ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതിനുള്ള ഒരു പ്രഹസനമാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചാനൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. കുറച്ച് ഫോളോവേഴ്സുള്ള കുഞ്ഞു ചാനലാണ് എൻ്റേത്. അപ്പോൾ ഇപ്പോൾ ഇത് തുടങ്ങാനുള്ള റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ 2 വർഷത്തിനിടയിൽ കുറച്ച് തിരക്കെന്ന് ഉദ്ദേശിച്ചത് അത്ര വലിയ അന്താരാഷ്ട്ര തിരക്കൊന്നുമല്ല, ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നത് കൊണ്ട് എനിക്ക് പ്രോപ്പറായിട്ട് വീഡിയോ അപ്ഡേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാനോ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്ന് പറയുന്നത് ഞാനിപ്പോൾ കൊച്ചിയിലാണ്. അച്ഛനും അമ്മയും മോളൊക്കെ പാലക്കാടാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഇപ്പോൾ ഡെയിലി നമ്മുടെ റൂട്ടീൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ടിപ്സും കാര്യങ്ങളൊക്കെ, ഞാൻ വർക്ക് ചെയ്യുന്നത് ബ്യൂട്ടി ഫീൽഡാണ്, അല്ലെങ്കിൽ കോസ്മെറ്റിക് സ്കിൻ കെയർ ആ ഒരു ബ്രാൻഡിൻ്റെ ഒരു ഫീൽഡിൽ തന്നെ വലിയൊരു വേൾഡിലാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എന്തുകൊണ്ട് ചെറിയ ചെറിയ വീഡിയോസ് അല്ലെങ്കിൽ ഇപ്പോൾ പലരും വളരെ ഞാൻ പറയുന്നത് കുറേ ആൾക്കാരുടെ കാര്യമല്ല പറയുന്നത്, വളരെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ എന്നോട് ചില സമയത്ത് ചോദിക്കും, ചേച്ചി ഫേസിൽ പിമ്പിൾസ് വരുന്നതിന് ഏത് ക്രീമാണ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ പിമ്പിൾസ് മാറാൻ എന്ത് ക്രീം യൂസ് ചെയ്യും, ഇല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ഹെയർ വളരാൻ എന്താണ് യൂസ് ചെയ്യുന്നത്, ഏത് ഹെയർ ഓയിലാണ്, ഏത് ഷാമ്പു ആണ്, കൈൻഡ് ഓഫ് അങ്ങനെ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്നെ പേഴ്സണലി അറിയുന്നവർ അയക്കാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഇവൻ ഞാൻ പോലും എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചെയ്യുന്നത് ഒന്നിലും ഗൂഗിൾ ചെയ്ത് നോക്കില്ലെങ്കിൽ യൂട്യൂബിൻ്റെ സഹായം തേടുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്തുകൊണ്ട് ഒരു വീഡിയോ ആയിട്ട് എടുത്തുവിടാം എന്നുള്ളത് ഞാൻ ചിന്തിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡെയിലി വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റട്ടെ. കാരണം ഈ ഒരു മടി എന്ന് പറഞ്ഞൊരു സംഭവം എനിക്ക് ഉള്ളതുകൊണ്ട് അത് മാത്രമേ എനിക്ക് ചെറിയൊരു ടെൻഷനുള്ളൂ. ബട്ട് ഞാൻ മാക്സിമം ഇനി ഞാൻ വീഡിയോ പറ്റുന്ന രീതിയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ പിന്നെ വേറെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലസ് ബ്യൂട്ടി ടിപ്സ് മാത്രമല്ല, വേറെ ഒരു കാര്യം കൂടെ ഉണ്ട് മെയിനായിട്ട്. ഇപ്പോൾ ഞാൻ പറയണു, എനിക്കൊരു 5 വയസ്സുള്ള ഒരു മോളുണ്ട്. അപ്പോൾ ഈ അവൾ ജനിച്ചതിന് ശേഷം ഞാൻ എൻ്റെ ബോഡി അല്ലെങ്കിൽ എൻ്റെ ശരീരം ഒരു രീതിയിലും ഞാൻ നോക്കിയിട്ടില്ല. വണ്ണം കുറയ്ക്കണമെന്നോ അല്ലെങ്കിൽ ഒരു രീതിയിലും ഞാനത് ടേക്ക് കെയർ ചെയ്തിട്ടില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ അത്യാവശ്യം ബ്യൂട്ടി ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഇതൊക്കെ കുറച്ച് നോക്കേണ്ട കാര്യമാണ്. ബട്ട് ഇതുവരെയ്ക്ക് നോക്കിയിട്ടില്ല. അപ്പോൾ കുറച്ച് നാളുകളായിട്ട് എനിക്ക് വരുന്ന ഒരു പേഴ്സണൽ മെസ്സേജസ് എന്ന് പറയുന്നത്, ചേച്ചിയുണ്ടാവും പ്രഗ്നൻ്റ് ആണോ, അല്ലെങ്കിൽ ചേച്ചി എന്ത് തടിയോ വെച്ചത്, അങ്ങനെയുള്ള കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വന്നു. അപ്പം ഞാൻ പറഞ്ഞു, പ്രഗ്നൻ്റ് ഒന്നും അല്ല, എൻ്റെ തടിയാണ്, ഞാൻ തിന്നുണ്ടാക്കിയ ഫുഡാണ്, തിന്നുണ്ടാക്കിയ ശരീരമാണെന്നൊക്കെയാണ് എല്ലാവരോടും പറയുന്നത്. ബട്ട് അങ്ങനെയല്ല. ആക്ച്വലി ഞാൻ ശ്രദ്ധിക്കാതിരുന്നതിൻ്റെ ബേസിലാണ് ഞാനിങ്ങനെ ആയിപ്പോയത്. ബട്ട് ഞാൻ അതിലിപ്പോൾ ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ആ സമയത്ത് അല്ലെങ്കിൽ മോളായിട്ട് ഇപ്പോൾ 5 വയസ്സായി മോൾക്ക്. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറച്ച് എൻ്റെ ബോഡി നല്ല രീതിയിൽ നോക്കിയിരുന്നെങ്കിൽ ഞാൻ ഇന്ന് കുറച്ച് സ്ലിം ബൂട്ടിയൊക്കെ ആയിട്ട് ഞാനിങ്ങനെ ഇരുന്നേനെ. ഓക്കെ. അപ്പം ഞാൻ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഞാനിപ്പോൾ എൻ്റെ ഹെൽത്തും കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് നോക്കുന്നുണ്ട്. വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, ജിമ്മിൽ പോകുന്നുണ്ട്, മടിയില്ലാതെ പോകുന്നുണ്ട്. ഇനിയും പോകാൻ പറ്റട്ടെ. പിന്നെ വേറെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് എൻ്റെ ഫുഡ് ഞാൻ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തു. നല്ല രീതിയിൽ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇവിടെ കൊച്ചി ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും പ്രത്യേകിച്ച് വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീട്ടിൽ കുക്ക് ചെയ്ത് അങ്ങനെ കഴിക്കാനുള്ള നേരം ഉണ്ടാവാറില്ല. ബട്ട് ഞാനിപ്പോൾ കൂടുതലും ഞാൻ വീട്ടിൽ തന്നെയാണ് ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നത്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഡയറ്റ് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്, ഷുഗർ ഒഴിച്ചു. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ എൻ്റെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിപ്പോൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും നമ്മൾ ടൈം എടുത്ത് ഇതിന് വേണ്ടി ചെയ്യുന്നുണ്ട്. സോ എന്തുകൊണ്ട് ചെറിയ വീഡിയോസായിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്തുകൂടാ? കാരണം എന്താ അറിയോ, ഒരുപാട് ആൾക്കാർ ഞാൻ പറയുന്നത് ചോദിക്കാൻ മടിയായിട്ട് പോലും ഈ ഇടയായിട്ട് എനിക്ക് ചെറിയൊരു
ഇൻസിഡൻ്റ് ഒന്നുമല്ല, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കസിൻ എന്നെ ഇങ്ങനെ അവർ മുഖേന കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചു. ഞാൻ ഹലോ പറഞ്ഞപ്പോൾ അവർ മടിയായിട്ട് ഫോൺ കട്ട് ചെയ്തേ. പിന്നെ വീണ്ടും സംസാരിച്ചപ്പോൾ പറഞ്ഞു എങ്ങനെ മോളോട് ചോദിക്കുന്നത് കരുതിയിട്ടായിരുന്നു മോളൂ, അങ്ങനെയാണ് അങ്ങനെ കൈൻഡ് ഓഫ് കുറച്ച് എനിക്ക് തോന്നുന്നൊരു ആളൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ആണോ, അല്ലെങ്കിൽ ആൾ ഭയങ്കര അങ്ങനെ അധികം പെട്ടെന്ന് പരിചയമില്ലാത്ത ഒരാളോട് എങ്ങനെ ചോദിക്കുന്നു വിചാരിച്ചിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഈ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഗൂഗിൾ ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. പക്ഷെ സാധാരണ ആൾക്കാർക്കുള്ളവർക്കൊക്കെ നമ്മളെ കൊണ്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു ടോപ്പിക് എടുത്ത് ഞാൻ വീഡിയോ ഇടുകയാണെങ്കിൽ ആർക്കെങ്കിലും, ഒരുപാട് ആൾക്കാർ ഈ പറഞ്ഞ പോലെ യൂട്യൂബ് നോക്കുന്ന ഒരാളാണ്, എൻ്റെ വീഡിയോ കണ്ടിട്ട് വേണം അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനൊന്നുമില്ല, പക്ഷേ ഒരാൾക്കെങ്കിലും കണ്ടു കഴിഞ്ഞ് എന്തെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ഈ നമ്മൾ എന്തെങ്കിലും കഴിക്കുന്ന ഫുഡ്, ഇപ്പം ഞാനുണ്ടല്ലോ ഭയങ്കരമായിട്ട് ഇപ്പോൾ ഈ ഓട്സ് വെച്ചിട്ട് ഇത്രയോ, പിന്നെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓട്സ് വെച്ച് ഇത്രയോ വലിയ ഡിഷസൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത് ഞാൻ എപ്പോഴാണ് അറിയുന്നത്. കാരണം എൻ്റെ ഒരു അറിവിൽ എനിക്ക് തോന്നുന്നു ഞാൻ +2 പഠിക്കുന്ന സമയത്ത് ഓട്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ആകെ ചെയ്തിട്ടുണ്ടായിരുന്നത് കുറച്ച് പാലിൽ ഓട്സ് കുറുക്കി കഴിക്കുക എന്നുള്ളതാണ് നന്ന് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. സ്മൂത്തീസ് ഉണ്ടാക്കുന്നുണ്ട്, ഓംലെറ്റ് ഉണ്ടാക്കുന്നുണ്ട്, ഉപ്മാവ് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ തന്നെ ഒരുപാട് കാര്യങ്ങൾ പരീക്ഷ ട്രൈ ചെയ്യുന്നുണ്ട്. ഇത് ഞാനായിട്ട് കണ്ടുപിടിച്ചൊന്നുമല്ല, ഇതുപോലെ നമ്മൾ യൂട്യൂബിൽ നിന്ന് കണ്ട് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നത് ഇതുപോലെ വീഡിയോസ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും യൂസ് ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ജസ്റ്റ് എൻ്റെ ഒരു ലോങ് ടൈം കഴിഞ്ഞ് നമ്മുടെ വീണ്ടും ചാനൽ തുടങ്ങുന്നതിൻ്റെ ഒരു ജസ്റ്റ് ഇൻട്രോ വീഡിയോ മാത്രമാണ്. ഇനി നമുക്ക് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം. എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പണ്ടത്തെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ചിരിക്കും, കാരണം അത്രയ്ക്കും കോമഡി ആയിരുന്നു. ഇപ്പോൾ തന്നെ കാണുമ്പോൾ എനിക്ക് തന്നെ നാണം വരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ എന്താണെന്നുള്ളൊരു ABCD പോലും അറിയാത്ത സമയത്ത് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോഴും അറിയാമെന്നല്ല പറയുന്നത്, ബട്ട് നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആക്കാം എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. പിന്നെ ഒരുപാട് എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ ഒരുപാട് ടൈം എടുത്തിട്ടുള്ള വീഡിയോസൊക്കെയാണ്. എല്ലാവരും പറയും അയ്യോ നീ ചുരുക്കൂ, ടൈമിംഗ് കുറയ്ക്കൂ എന്നൊക്കെ പറഞ്ഞു. ഇനി ഞാൻ അതൊക്കെ ശ്രദ്ധിച്ച് നല്ല രീതിയിലുള്ള യൂസ്ഫുൾ ആവുന്ന വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഞാൻ ആഫ്റ്റർ ഒരു 2 years ബാക്ക് ഞാൻ വീണ്ടും ഒരു ചാനലായിട്ട് തിരികെ വന്നിരിക്കുകയാണ് ഗൈസ്. എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും നിങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്യൂട്ടി ടിപ്സും കാര്യങ്ങളൊക്കെ അറിയുന്ന, അല്ലെങ്കിൽ കുറച്ചുകൂടി ഹെൽത്തി ഫുഡ് കൈൻഡ് ഓഫ് കാര്യങ്ങളൊക്കെ അറിയാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ അറിയാമല്ലോ, അപ്പോൾ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങളുടെ ഫോണിലേക്ക് അതിൽ നോട്ടിഫിക്കേഷൻ വരും. ഇത്രയേ ഉള്ളൂ ഗൈസ്. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക, കിടന്നുറങ്ങുക, അത്രയേ ഉള്ളൂ. ഓക്കെ.